നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫി 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മണലാരണ്യത്തിലൂടെ. ആദ്യം തന്നെ ഒരു കോട്ടാണ് കൊടുത്തേക്കുന്നത്. അന്തരീക്ഷമാകെ ചുവന്ന് കലങ്ങിയിരി, ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല, എങ്ങും മൂടൽമഞ്ഞ് മാത്രം. ഞങ്ങൾ ഏതാണ്ട് അരയ്ക്കു താഴേക്ക് മണ്ണിൽ പൂഴ്ന്നു പോയിരുന്നു. അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി, നേരെ കൺമുന്നിലുണ്ടായിരുന്ന ഒരു മണ്ണുമല അവിടെ കാണാനേ ഇല്ലായിരുന്നു. പകരം ഞങ്ങൾ ഓടിയ ഇടത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റിവരച്ചതുപോലെ. ആടുജീവിതം. ബെന്യാമിൻ. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. തൊഴിൽ തേടി മധ്യേഷ്യയിലെത്തുകയും പിന്നീട് ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് ദീർഘനാൾ അവിടെ താമസിക്കാൻ നിർബന്ധിതനായ ഒരു യുവാവിൻ്റെ ജീവിതമാണ് നോവലിൻ്റെ ഇതിവൃത്തം. വരണ്ടതും വിരളവുമായി മാത്രം സസ്യജാലങ്ങൾ വളരുന്നതും അതിവിശാലവുമായ ഇത്തരം മണലാരണ്യങ്ങൾ നിങ്ങൾ ചിത്രത്തിലൂടെയും വീഡിയോയിലൂടെയും കണ്ടിട്ടില്ലേ? വേറിട്ട ഒരു ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്ന ഇത്തരം തരിശു നിലങ്ങൾ നാം താമസിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലേ? എന്താണ് മരുഭൂമികൾ? 25 സെന്റിമീറ്ററിലും അതിന് താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. എല്ലാ മരുഭൂമികളും ഒരേ സ്വഭാവം പുലർത്തുന്നവയാണോ? ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ശീത മരുഭൂമി, ഉഷ്ണ മരുഭൂമി. ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്നു. കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീതമരുഭൂമികൾ. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും. മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഇതിനർത്ഥം. ഏത് വാക്കിൽ നിന്നാണ് ഡെസേർട്ടം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്ക്? അതിൻ്റെ മീനിങ് എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നായിരുന്നു. മരുഭൂമികളെ കുറിച്ചുള്ള പഠനം എന്ത് പറയുന്നു? എറമോളജി എന്നാണ് അറിയപ്പെടുന്നത്. മരുഭൂമികളെ കുറിച്ചുള്ള പഠനമാണ് എറമോളജി. ഉഷ്ണ മരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. കാരണം എന്തായിരിക്കും? ഇന്ത്യയിലും വിശാലമായ ഒരു ഉഷ്ണ മരുഭൂമി ഉണ്ടെന്ന് കണ്ടില്ലേ? ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ ഥാർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ ഉഷ്ണ മരുഭൂമിയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഥാർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഥാർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ: വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതീരമാണ്. കിഴക്ക് ആരവല്ലി പർവ്വതനിര, പടിഞ്ഞാറ് സിന്ധു നദീതടം, തെക്കാണെങ്കിൽ റാൻ ഓഫ് കച്ച്. വടക്ക് പടിഞ്ഞാറായിട്ട് സത്ലജ് നദീതീരമുണ്ട്, തെക്ക് റാൻ ഓഫ് കച്ച്, കിഴക്ക് ആരവല്ലി നിരകൾ, പടിഞ്ഞാറ് സിന്ധു നദീതടം. ഥാർ മരുഭൂമിയുടെ സ്ഥാനം നോക്കൂ. ഇതാണ് ഥാർ മരുഭൂമി. വടക്ക് സത്ലജ് നദീതടം, തെക്ക് റാൻ ഓഫ് കച്ച്, പടിഞ്ഞാറ് സിന്ധു നദീതടം, കിഴക്ക് ആരവല്ലി നിരകൾ. ഉത്തരേന്ത്യൻ സമതലം ഇവിടെ കിടക്കുന്നു. ഇതാണ് ഉത്തരേന്ത്യൻ സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ പീഠഭൂമി, ഉത്തരപർവ്വത മേഖല എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ മാപ്പിനകത്ത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കേസെടുത്താൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ബാക്കി ഭാഗങ്ങൾ ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ച കാണാം. അപ്പോൾ എവിടെയൊക്കെ കാണാം? ഇന്ത്യയിൽ തന്നെ രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ
ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. പിന്നെ ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ബാക്കി കുറച്ച് ഭാഗം പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ച നമുക്ക് കാണാൻ പറ്റും. ഥാർ മരുഭൂമിയുടെ സ്ഥാനം, വ്യാപ്തി എന്നിവ മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിനിടയായ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. രാജസ്ഥാനിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ മഴ തീരെ കുറവാണ്. എന്താണ് ഇതിന്റെ കാരണമെന്നറിയാമോ? ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണെന്ന് നമുക്കറിയാം. പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ആരവല്ലി പർവ്വതം ഉള്ളതിനാൽ അവിടെ തടഞ്ഞു നിർത്തപ്പെടുന്നു ഈ കാറ്റിനെ. അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ, പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ മഴ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി എങ്ങനെയാണ്? ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു. അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. അതായത് മൺസൂൺ കാറ്റിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന കാറ്റ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുകയും അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ഥാർ മരുഭൂമി പ്രദേശങ്ങൾക്ക് മഴ ലഭിക്കുന്നില്ല. അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഇവിടെ ബാഷ്പീകരണ തോത് വളരെ കൂടുതലാണ്, അതുപോലെ വരണ്ട കാറ്റും കൂടുതലാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇതേ അന്തരീക്ഷ സ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഒരു ഊഷര മണലാരണ്യമായി മാറുമല്ലോ. ഇതെല്ലാമാണ് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇവിടെ ഇങ്ങനെ കടന്നു പോയതിനാൽ ഇതെന്തായി മാറി? ഒരു മണലാരണ്യമായി മാറി, ഊഷര മണലാരണ്യമായി മാറുകയാണ് ചെയ്തത്. ഭൂമിശാസ്ത്രപരമായി ധാർ മരുഭൂമിയെ രണ്ട് പ്രധാന വിഭാഗങ്ങളായി തരംതിരിക്കാം. ഒന്ന് മരുസ്ഥലി അഥവാ വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല. രണ്ടാമത്തത് രാജസ്ഥാൻ ബാഗർ, മരുസ്ഥലി ബാഗർ എന്നീതായിട്ട്, അതായത് മരുസ്ഥലി പിന്നെ രാജസ്ഥാൻ ബാഗ്. അതെന്ന് വെച്ചാൽ അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട മേഖല സമതലമാണ്. മരുസ്ഥലി എന്താണ്? ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പുകളെ എന്ത് പറയുന്നു? മരുസ്ഥലി എന്ന് പറയുന്നു. അതായത് ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പുകളെയാണ് മരുസ്ഥലി. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കപ്പെടുന്നു. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ്. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറു ഭാഗത്തെ സവിശേഷതയാണ്. ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി ദ്രിയാൽ എന്നാണ് അറിയപ്പെടുന്നത്. ദ്രിയാൽ. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്കു ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറു ഭാഗത്തെ സവിശേഷതയാണ്. ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി ദ്രിയാൽ എന്നറിയപ്പെടുന്നു. മണൽക്കൂനകൾ ദ്രിയാൽ എന്നാണ് അറിയപ്പെടുന്നത്. രാജസ്ഥാൻ ബാഗ് അരാവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചു കിടക്കുന്ന ധാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശമാണ് രാജസ്ഥാൻ ബാഗ്. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ അരാവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് റോഹി എന്നറിയപ്പെടുന്ന
ഇവിടത്തെ ഫലഭൂയിഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലൂണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്നാണ് അറിയപ്പെടുന്നത്. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പിനെ അറിയപ്പെടുന്നതാണ് താലി. അരാവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശമാണ് രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ അരാവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് രോഹി എന്നാണ് അറിയപ്പെടുന്നത്. രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂയിഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നത് ഈ നദികളാണ്. ഗ്രാനൈറ്റ് ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ രൂപം കൊള്ളുന്ന പരൽരൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. ഇപ്പോൾ ഗ്രാനൈറ്റ് ശില എന്താണ്? ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽരൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. അടുത്ത നൈസ് എന്താണ്? ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപ മർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ. ഷിസ്റ്റ് എന്താണ്? മുഖ്യമായ അവസാദ ശിലകൾക്ക് കായാന്തരീകരണം ഉയർന്ന താപ മർദ്ദ മാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിസ്റ്റുകൾ. ലൂണി നദി അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരയിൽ നിന്ന് ലൂണി നദി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ്? അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാവുകയുള്ളൂ. ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. ഉപ്പ് നദി എന്നറിയപ്പെടുന്ന ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. റാൻ ഓഫ് കച്ചിൽ അവസാനിക്കുന്നു. അജ്മീറിനടുത്ത് അരാവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദികളിൽ നീരൊഴുക്കുണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. ഏതൊക്കെയാണ്? ലിൽറി, സുക്രി, ജവായി. ഉപ്പ് നദി എന്ന അർത്ഥം വരുന്ന ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ലൂണി എന്ന പേരുണ്ടായത്. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് സാംഭർ തടാകം. ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാംഭർ തടാകം ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാ കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു. ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവയാണ് മറ്റു പ്രധാന തടാകങ്ങൾ. ഈ തടാകങ്ങളെ ഉപ്പുൽപാദനത്തിനായി വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. ധാർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് ഈ താഴെ കൊടുക്കുന്ന ചിത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണ മരുഭൂമികളിൽ സാധാരണമാണ്. ഈ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപവഹന ഗർത്തങ്ങൾ, ഗുഹകൾ, കൂൺശിലകൾ, മണൽമേടുകൾ. ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണമരുഭൂമികളിൽ പതിവ് കാഴ്ചകളാണ്. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ. ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടുന്നു. ഇവയാണ് അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്നത്. ഒരേ ദിശയിൽ ശക്തമായ കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടുന്നതിനെയാണ് അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്നത്. തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയിലൂടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടുന്നുണ്ട്. ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തമായി ഉയർത്തുന്നു. ഇത്തരത്തിൽ
ശിലകൾക്ക് തേയ്മാനമുണ്ടാകുന്ന അപരദന പ്രക്രിയയെ അപഘർഷണം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അപഘർഷണം? ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചുകൊണ്ടിരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തമായി ഉയർത്തുന്നു. ഇത്തരത്തിൽ ശിലകൾക്ക് വരുന്ന തേയ്മാനം ഉണ്ടാക്കുന്ന അപരദന പ്രക്രിയയാണ് അപഘർഷണം അഥവാ അബ്രാഷൻ എന്ന് പറയുന്നത്. കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അതിനാൽ മരുഭൂമിയിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം ഭൂരൂപങ്ങളെ കൂൺ ശിലകൾ എന്ന് വിളിക്കുന്നു. കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ പറ്റത്തുള്ളൂ. അതിനാൽ മരുഭൂമിയിലെ ശിലകൾക്ക് അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം ഭൂരൂപങ്ങളെ കൂൺ ശിലകൾ എന്നറിയപ്പെടുന്നു. ദീർഘകാലത്തെ അപരദന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. കാലാന്തരത്തിൽ കൂൺ ശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതികൾ കൈവരിക്കുന്നു. ഈ കാറ്റിൻ്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ ധാർ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാറ്റ് അതിൻ്റെ വേഗതയ്ക്ക് അനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മണൽത്തരികളെ തരംതിരിച്ച് നീക്കം ചെയ്യുന്നുവെന്ന് നമ്മൾ മുമ്പേ കണ്ട പിക്ചറിൽ കൂടി നമുക്ക് മനസ്സിലാവും. ഈ പിക്ചറിൽ കൂടി മനസ്സിലാവും. നൈസായിട്ടുള്ള പൊടികളെ എന്ത് ചെയ്യും? വ്യത്യസ്ത വലിപ്പത്തിലാണ് മണൽത്തരികളെയും ശിലാപദാർത്ഥങ്ങളെയും പറത്തുന്നത്. നൈസായിട്ടുള്ള പൊടികളെ ഭയങ്കര ഉയരത്തിൽ പറത്തിക്കൊണ്ടുപോകും. ബാക്കി വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ നീക്കം മാറിക്കൊണ്ടിരിക്കും. നീക്കം സ്ലോ ആയിക്കൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. ഇത് കാറ്റ് വേഗതയ്ക്കനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മണൽത്തരികളെയും ശിലാപദാർത്ഥങ്ങളെയും പറത്തിയും ഉരുട്ടിയും നീക്കം ചെയ്യുന്നു. ഉരുട്ടിയും പറത്തിയും ഒക്കെ നീക്കം ചെയ്യുന്നു. വെയിറ്റ് കുറവുള്ള തരികളെ ആണെങ്കിൽ പറത്തിയാണ് കൊണ്ടുപോകുന്നത്. ബാക്കി കട്ടിയുള്ളതിനെയൊക്കെ ആണെങ്കിൽ ഉരുട്ടി കൊണ്ടുപോകും. അതിന് മീഡിയം ആയിട്ടുള്ളതിനെ ചെറുതായ രീതിയിൽ ഒത്തിരി ഉയരത്തിലല്ല അല്ലാതെ പറത്തുന്നു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിൻ്റെ വേഗത കുറയുമ്പോഴോ കാറ്റിൻ്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇവയാണ് മണൽമേടുകൾ അല്ലെങ്കിൽ സാൻഡ് ഡൂൺസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പരത്തിക്കൊണ്ടുപോകുന്നത് മണൽത്തരികൾ കാറ്റിൻ്റെ വേഗത കുറയുമ്പോഴോ അല്ലെങ്കിൽ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാകുമ്പോഴോ അത് താഴേക്ക് വീഴുന്നു. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയും വലിപ്പത്തിലുമുള്ള ഭൂരൂപങ്ങൾ നിക്ഷേപണ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ഇവയാണ് മണൽമേടുകൾ എന്ന് പറയുന്നത്. മണൽമേടുകൾ മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലുപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്. കാറ്റിൻ്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽക്കൂനകളാണിവ. ധാർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധ തരം മണൽമേടുകളുടെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. നോക്കാം. ബർക്കൻസ് അതായത് ചന്ദ്രക്കലാകൃതിയിലുള്ള മണൽമേടുകളാണിത്. ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയാണുള്ളത്. ഇനി പാരാബോളിക് മണൽമേടുകൾ. അടുത്ത എന്താണ്? സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, രേഖീയ മണൽമേടുകൾ, വിലങ്ങൽ മണൽമേടുകൾ. ഏതൊക്കെയാണ് മണൽമേടുകൾ രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്നത്? ധാർ മരുഭൂമിയിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? ബർക്കൻസ്, പിന്നെ പാരാബോളിക് മണൽമേടുകൾ, സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, രേഖീയ മണൽമേടുകൾ, വിലങ്ങൽ മണൽമേടുകൾ. ഇനി കാറ്റിൻ്റെ ദിശ, വേഗത എന്നിവയ്ക്കനുസരിച്ച് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട്. മരുഭൂമികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം വരണ്ട മണലാരണ്യമല്ലേ? എന്നാൽ മരുഭൂമികളുടെ ചില ഭാഗങ്ങളിൽ ഫലഭൂഷ്ടമായ കൃഷിയിടങ്ങളും രൂപപ്പെടാറുണ്ട്. എന്ത് പറയുന്നത്? മരുപ്പച്ച എന്നാണ് പറയുന്നത്. മരുപ്പച്ച. മരുപ്പച്ചകൾ എന്താണ്? മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂഷ്ടമായ
പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റു ഭൂഗർഭ ജലസ്രോതസ്സുകളാലോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത്. ഇവ ഓരോന്നും വലിപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പരുത്തി, നാരക ഇനങ്ങളിലുള്ള സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, ചോളം എന്നിവ സാധാരണമായി പല മരുപ്പച്ചകളിലും കൃഷി ചെയ്യാറുണ്ട്. വേനൽക്കാലത്ത് കടുത്ത വരൾച്ചയും ജലക്ഷാമവും അനുഭവപ്പെടാറുണ്ട്. പിന്നെ പൊടിക്കാറ്റിൻ്റെ ഇതുണ്ട്. ഥാർ മരുഭൂമിയിലെ വേനൽക്കാലത്തുള്ള കാഴ്ചകളാണ് ഇത്. നോക്ക്, മാർച്ച് മാസത്തോടെ ഥാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. വേനൽക്കാലം ചുട്ടുപൊള്ളിക്കുന്നതും വരണ്ടതുമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില അതായത് 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവാണ്. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിന്റെ പ്രത്യേകതകളാണ്. ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഈ രാജസ്ഥാൻ പ്രദേശങ്ങളിൽ വീശുന്നതാണ്. പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിന്റെ പ്രത്യേകതകളാണ്. ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു. മാർച്ച് മുതൽ ജൂൺ വരെ ആകുമ്പോഴത്തേക്ക് ജൂൺ മാസത്തോടെ ഇത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഥാർ മരുഭൂമിയിലെ മഴക്കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. അരാവല്ലി നിരകളുടെ കിഴക്ക് ഏകദേശം 76.2 സെന്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് ഥാർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ 25 സെന്റിമീറ്ററിലും കുറവായിരിക്കും. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു. ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ മഴ തീരെ ലഭിക്കുന്നില്ല. ഡിസംബർ മാസത്തോടെ ഥാർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ്. ശൈത്യകാലത്തിൽ എന്തായിരിക്കും? തെളിഞ്ഞ ആകാശമായിരിക്കും, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, പിന്നെ കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് എന്നിവയായിരിക്കും പ്രത്യേകത. ജനുവരി ഇവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നു. ബിക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കും. 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കുന്ന എവിടെയൊക്കെയാണ്? ബിക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ. ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കും. ഈ മണ്ണ് എങ്ങനെയായിരിക്കും? മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ്. ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവിശാലമായ മണൽപ്പരപ്പുകളാണ്. എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിനം അറിയപ്പെടുന്നത്. പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയുമുള്ളതാണ് മരുഭൂമി മണ്ണ്. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു. ഇതിനാൽ ഈ മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ്. ഇവിടെ മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതാണ്. പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല. എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. ഇനി സസ്യജാലങ്ങൾ എന്താ? മാംസളമായ കാണ്ഡത്തോടു കൂടിയതും ഇലകൾ തീരെ ഇല്ലാത്തതുമായ ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായ കള്ളിമുൾ ചെടികളെയാണ് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. ഥാർ മരുഭൂമിയിലെ ഒരു പ്രധാന സസ്യവിഭാഗമാണ് ഈ കള്ളിമുൾ ചെടി എന്ന് പറയുന്നത്. കള്ളിമുൾ ചെടികളും കുറ്റിക്കാടുകളുമാണ് ഥാർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ. വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക്, അക്കേഷ്യ, യൂഫോബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട്. ജന്തുജാലങ്ങൾ. മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒട്ടകമാണ് ഈ പ്രദേശത്തെ ജന്തുജാലങ്ങളിൽ പ്രധാനം. ഥാർ
നിരവധി ഇനം പക്ഷികളുടെയും ഉരഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ഇവിടുത്തെ മൃഗങ്ങളും സസ്യങ്ങളും ഥാർ മരുഭൂമിയിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രാപ്തരായവരാണ്. നിരവധി ഇനം ഉരഗങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൽക്കൺ, പുള്ളിപ്പരുന്ത് എന്നിവ ഥാർ മരുഭൂമിയിലെ ജീവികളാണ്. ചിങ്കാരമാൻ, ഫാൽക്കൺ, പുള്ളിപ്പരുന്ത്, ചുവന്ന കുറുക്കൻ. ഓക്കെ. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവയും ഇവിടെ കാണപ്പെടുന്നു. മണൽപ്പരപ്പിലെ ജനജീവിതം. ജനസംഖ്യ വളരെ ശുഷ്കമായ പ്രദേശമാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനജീവിതമുള്ളത്. ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്ന ഗ്രാമങ്ങളിലാണ്. വരൾച്ചയേറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നവരിലേക്ക് മാറി താമസിക്കാറുണ്ട്. മരുഭൂമി ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മണൽപ്പരപ്പുകളിൽ ജനജീവിതം സാധ്യമാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കൃഷി എന്തൊക്കെയാണ്? പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യമല്ല ഉള്ളത്. വരൾച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. എന്നാൽ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സാധ്യമായ സ്ഥലങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പോലും പല കൃഷികളും ചെയ്തു വരുന്നു. ബജ്റ, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലെ പ്രധാന ജലസേചന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. എന്താണ്? ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയുടെ ജലസേചനത്തിനായാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ കനാൽ എന്ന് അറിയപ്പെട്ടിരിക്കുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദരസൂചകമായി ഇന്ദിരാഗാന്ധി കനാൽ എന്നും പുനർനാമകരണം ചെയ്തിരിക്കുന്നു. പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമേർ എന്നിവിടങ്ങളിൽ ജലവിതരണം ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നു. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചു. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിന്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി. മൃഗപരിപാലനം നോക്കാം. മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ അർദ്ധവരണ്ടതോ ആയതിനാൽ കൃഷി വളരെ കുറച്ചു പ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു. അതിനാൽ മൃഗപരിപാലനം തൊഴിലാക്കുന്നവർ ഏറെയാണ്. രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ 10% രാജസ്ഥാനിലാണെന്ന് കണക്കാക്കുന്നു. ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം തുടങ്ങിയവ പ്രധാന വളർത്തുമൃഗങ്ങളാണ്. ഖനനം. നമ്മുടെ നാട്ടിലെ മാർബിൾ ഷോപ്പുകളുടെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നുമാണ് വരുന്നത്. രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോകപ്രസിദ്ധമാണ്. ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നു. ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയ ധാതുക്കളുടെ ശേഖരവും ഇവിടെയാണുള്ളത്. ലോകാത്ഭുതമായ നമ്മുടെ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ്. കരകൗശല വ്യവസായം. രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി ഒരു വരണ്ട പ്രദേശമാണ് എന്നതിനപ്പുറം ഇവിടെ പല ഗ്രാമങ്ങളും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളാൽ സമ്പന്നവുമാണ്. തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ഇവിടെ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാമ്പ് ഷേഡുകൾ, പൗച്ചുകൾ, പാദരക്ഷകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. തുകൽ നിർമ്മാണമായ പരമ്പരാഗത നാടോടി സംഗീതോപകരണങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇനി ഊർജോൽപാദനം എന്താ? ശക്തിയായ വീശുന്ന കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന കാറ്റാടി യന്ത്രങ്ങളുടെ ചിത്രമാണിത്.
വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടിപ്പാടങ്ങൾ ഥാർ മരുഭൂമിയിൽ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. സോളാർ പാനലുകൾ ഉപയോഗിച്ചും ഥാർ മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ഉപ്പ് കലർന്ന് ജലം ശുദ്ധീകരിക്കാനാണ് ഈ ഊർജം കൂടുതലായി ഉപയോഗിക്കുന്നത്. വിനോദസഞ്ചാരം. ഥാർ മരുഭൂമിയിൽ വിനോദസഞ്ചാരം ഒരു പ്രധാന വരുമാന മാർഗ സ്രോതസ്സാണ്. ഇവിടുത്തെ ദേശീയോദ്യാനം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. ഹവാ മഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ക്ഷേത്രം, രണക്പൂർ ജെയിൻ ക്ഷേത്രം തുടങ്ങിയവ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങളാണ്. മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നു. ഥാർ മരുഭൂമിയിലെ അതിരൂക്ഷമായ താപനിലയും അന്തരീക്ഷാവസ്ഥയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അതിജീവനം ഒരുപോലെ ദുസ്സഹമാക്കുന്നു. താപനില വേനൽക്കാലത്ത് 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നത് വൻതോതിലുള്ള ജലക്ഷാമത്തിന് ഇടയാക്കുന്നതിനോടൊപ്പം മഴയുടെ അഭാവം, ശക്തമായ കാറ്റ് എന്നിവ ഇവിടങ്ങളിലെ ജനജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാക്കുന്നു. മികച്ച ഒരു റോഡ് ശൃംഖല മരുഭൂമിയിൽ സാധ്യമാകുന്നില്ല. കടുത്ത ചൂടിൽ ടാർ ഉരുകുകയും പലപ്പോഴും റോഡുകൾക്ക് കുറുകെ ശക്തമായ മണൽക്കാറ്റ് വീശുകയും ചെയ്യുന്നത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു. വാർത്താവിനിമയ സൗകര്യങ്ങൾ ഇവിടെ അപര്യാപ്തമാണ്. ഇത്തരത്തിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ജനവിഭാഗം പ്രകൃതിയോടിണങ്ങി അതിജീവനം സാധ്യമാക്കുന്നതിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മരുഭൂമികളെ അപേക്ഷിച്ച് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജനജീവിതമാണ് ഏറെ സുസ്ഥിരം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ അധ്യായം. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.